اللهم صل على سيدنا محمد وعلى آل سيدنا محمد مؤمنين اعتكافന്റെ നീയത്തോടെ അല്ലാഹുവിന്റെ പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിരിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സൽസ്വഭാവികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ജീവിതത്തിൽ അല്ലാഹു തആല വ്യത്യസ്തമായ മേഖലകളിൽ തൗഫീഖ് നൽകുന്നവർ നമുക്കിടയിലുണ്ടാകും. അല്ലാഹു ഏതവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലെല്ലാം അല്ലാഹുവിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ടാകും. അല്ലാഹു നമ്മെ ഏതവസ്ഥയിലാണ് നിലനിർത്തുന്നത് എന്നതാണ് നാം ആലോചിക്കേണ്ടത്. ഒരാൾ അല്ലാഹു തആല ഒഴിവു സമയങ്ങളിലൊക്കെ ദാക്കിറായി ദിക്റിലാണ് നിർത്തുന്നത് എങ്കിൽ അതിനർത്ഥം അല്ലാഹു തആല അവനെ പ്രത്യേകമായി ഓർക്കാനും സ്മരിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അല്ലാഹു അവന്റെ സമീപത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൂടി ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാനാവും. അന ജലീസു മൻ ദക്കറനി എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. ദിക്ർ ചൊല്ലുന്നവന്റെ ജലീസ് ഞാനാണ്, സമീപത്തിരിക്കുന്നവൻ ഞാനാണ്. മറ്റൊരു ഹദീസിൽ അന മഅഹു ഇല്ലാ ദക്കറനി, ദിക്ർ ചൊല്ലുന്നവന്റെ കൂടെ ഉണ്ടാവുക ഞാനായിരിക്കുമെന്ന് അല്ലാഹു പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ തന്നെ വദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്തോളും ഞാൻ നിങ്ങളെയും ഓർത്തോളാം എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ അല്ലാഹു കൂടുതൽ കൂടുതൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷം അല്ലാഹു നമ്മെ ദിക്റിൽ കൂടുതൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ തൗഫീഖുള്ളവരാക്കി മാറ്റും. ഒരു മനുഷ്യനെ ഒരാളോട് അല്ലാഹു സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആ മനുഷ്യൻ കൂടുതൽ ഖുർആനുമായി സമയം ചെലവഴിക്കാൻ തുടങ്ങും. ഖുർആനിന്റെ ഓരോ ആയത്തും അല്ലാഹു നമ്മോടുള്ള സംസാരമാണ്. നിസ്കാരത്തിലെ ഓരോ നിമിഷവും നമ്മൾ അല്ലാഹു തആലയോടുള്ള സംസാരമാണ്. ഒരാളിങ്ങനെ കൂടുതലായി ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അല്ലാഹു അയാൾക്ക് ഇജാബത്ത് നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. ദുആഇന്റെ വാതിൽ ഓപ്പണാക്കി വെച്ച ശേഷം ഇജാബത്തിന്റെ വാതിൽ അല്ലാഹു അടച്ചു വെക്കില്ല. ദുആ ചെയ്യാൻ ഒരാൾക്ക് അല്ലാഹു കൂടുതലായി സാഹചര്യവും മനസ്സും നൽകുന്നുവെങ്കിൽ അല്ലാഹു അയാളുടെ ദുആഇനെ കേൾക്കാൻ ഉത്തരം നൽകാൻ പ്രത്യേകം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാവും. ഓരോ അവസ്ഥയിലും അല്ലാഹു നമ്മെ നിലനിർത്തുമ്പോൾ അതിനേക്കാൾ വലുത് അല്ലാഹു പകരമായി നൽകും. എന്നാൽ ഒരാള് ആഖിറത്തിന്റെ ഒരു കാര്യവും ചിന്തയിലേ വരുന്നില്ല, പ്രഭാതം മുതൽ പ്രദോഷം വരെ ജീവിച്ചിട്ട് രാത്രി സമയം മുഴുവൻ അല്ലാഹു ആയുസ്സും ആരോഗ്യവും നൽകിയിട്ട് കുറച്ച് ദിക്ർ ചൊല്ലാൻ ഒരാളെ കൽബ് പാകപ്പെടുന്നില്ലെങ്കിൽ, ആകെ 5 നേരം മാത്രം പറഞ്ഞ നിസ്കാരം സമയത്ത് നിർവഹിക്കാൻ നമ്മുടെ കൽബും ശരീരവും പാകപ്പെടുന്നില്ലെങ്കിൽ, ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും പടച്ചോനെ ഇന്ന് ഞാൻ ചെയ്തു പോയ തെറ്റൊക്കെ പൊറുത്തു തരണമെന്ന മനസ്സോടെ ഒരു 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ നമ്മുടെ കൽബ് സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പരാജയം എത്രമേൽ അടുത്താണ് എന്ന് നാം ആലോചിക്കേണ്ടി വരും. അല്ലാഹു തൗഫീഖ് നൽകാത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ പണികൾ ചെയ്യുക. അല്ലാഹുവിൽ നിന്ന് അകലുന്ന ഏതൊക്കെ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ജീവിതത്തിലുണ്ടോ അതൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലി ചൊല്ലി ഖൽബിനെ ശുദ്ധിയാക്കി തിന്മയിൽ നിന്ന് അകലാൻ നമ്മൾ ശ്രമിക്കുക. ഫർളായ നിസ്കാരം പോലും സമയത്ത് നിർവഹിക്കാൻ, ഖളായില്ലാതെ നിർവഹിക്കാൻ നമ്മുടെ കൽബ് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഏതൊക്കെയോ തെറ്റുകൾ ചെയ്ത് തൗബ ചെയ്യാതെ ആ തിന്മയുടെ സ്വാധീനത്തിലാണ് ഇന്നുമുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും.
വേഗം തിരുത്താൻ നന്നായി തൗബ ചെയ്യലാണ് പരിഹാരം. ഒരു ദിവസം ഖുർആനിന്റെ ഒരു പേജ് പോലും ഓതാൻ നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ 5 നേരത്തെ നിസ്കാരത്തിൽ പല ആളുകളും ഒറ്റക്കായിരിക്കും അധിക വക്ത് നിസ്കരിക്കുക. ഒരു നിസ്കാര ശേഷം പോലും അല്ലാഹുവിലേക്കൊന്ന് കൈ ഉയർത്തി ദുആ ചെയ്യാൻ അവരെ ഖൽബ് പാകപ്പെടുന്നില്ലെങ്കിൽ ഖൽബിനെ ഒന്നുകൂടെ പരിശോധിക്കണം. എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്ന് ആലോചിക്കണം. തൗബ ചെയ്യാത്ത തെറ്റുകൾ ഏതൊക്കെയാണ് എന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് എന്ന് ഓർക്കണം. എന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം. കുറച്ചു നേരം നമ്മൾ ഖുർആൻ ഓതാൻ എല്ലാ ദിവസവും കുറച്ചു സമയം അല്ലാഹു തആല ആകെ 5 നേരമേ ഫർളായ നിസ്കാരം പറഞ്ഞുള്ളൂ. എല്ലാം കൂടി കൂട്ടിയാൽ ഒരു 30 മിനിറ്റേ ഉണ്ടാവും. അതൊരു 4-5 മണിക്കൂറിനിടയിൽ ഒരു 4 റക്അത്തേ ഉണ്ടാവും. അത് അല്ലാഹുവോട് സംസാരിക്കാനുള്ള ഒരു നിമിഷമാണ്. അല്ലാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യാനുള്ള സമയമാണ്. പക്ഷെ പല ആളുകളും അതിലൊക്കെ വല്ലാതെ അശ്രദ്ധരായി പോവുകയാണ്. നമുക്കാകെ എല്ലാം തരാനുള്ളത് റബ്ബ് മാത്രമാണ്. എല്ലാം ഉള്ളതും അല്ലാഹുവിന്റെ കയ്യിലും മാത്രമാണ്. വമാ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിൻ. എല്ലാ കാര്യങ്ങളുടെയും ഖജനാവ് അല്ലാഹുവിന്റെ കയ്യിലാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഏത് കാര്യം ഒരു മനുഷ്യരുണ്ടെങ്കിലും ചോദിക്കാനുള്ളത് സ്നേഹനിധിയായ വദൂദായ റബ്ബിനോടാണ്. റബ്ബിന് തരാനൊരു മടിയുമില്ല, നൽകാനൊരു പ്രയാസമില്ല. ലോകത്തെല്ലാ മനുഷ്യനും നൽകിയാലും അല്ലാഹുവിന്റെ നിഅമത്തിൽ നിന്നൊരു അംശം പോലും കുറയുകയില്ല. അല്ലാഹു നമ്മോട് പല പല ഖുർആനിന്റെ വചനങ്ങളിലും അല്ലാഹുവോട് ദുആ ചെയ്യാൻ നമ്മോട് നിർദ്ദേശിച്ചു. ദിക്ർ വർദ്ധിപ്പിക്കാൻ നിരവധി ആയത്തുകളിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി. നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ പറഞ്ഞ് കുടുംബത്തോട് നിസ്കാരത്തെ കുറിച്ചൊക്കെ പറയണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു തആല ഉടനെ ഉപയോഗിച്ചൊരു പ്രയോഗം, നിങ്ങൾക്കുള്ള റിസ്ക് ഞാനാ തരുന്നത്, നിങ്ങൾക്കുള്ള റിസ്ക് ഞാൻ തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിസ്കാരമൊക്കെ കൃത്യമായി ഇബാദത്തൊക്കെ ഒരാളിൽ ക്ലിയറായി. എന്നാൽ റിസ്കിന്റെ കാര്യമൊക്കെ അല്ലാഹു നോക്കും എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമുക്ക് അല്ലാഹുവിലുള്ള തവക്കുലിനേക്കാളേറെ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ബിസിനസ്സിലായി പോവുകയാണ്. അല്ലാഹുവിലുള്ള തവക്കുലിനേക്കാളേറെ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ആരോഗ്യത്തിലായി മാറുകയാണ്. ആരോഗ്യം അപ്പോഴും നഷ്ടപ്പെടാവുന്നതാ. ബിസിനസ് ഏത് നിമിഷവും നിന്ന് പോകാവുന്നതാ. ജീവൻ തന്നെ ഏത് നിമിഷവും നിന്ന് പോകാവുന്നതാണ്. ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗം ഗൗരവത്തോടെ വന്നാൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവരാ നമ്മളൊക്കെ. അല്ലാഹു തന്ന സമയത്തെ പരമാവധി അല്ലാഹുവിനെ വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. വലിയ കാര്യങ്ങളും പ്രതിസന്ധികളൊക്കെ ചർച്ച ചെയ്യുന്ന സമയം ഖുർആൻ പറഞ്ഞൊരു പരിഹാരമുണ്ട്. അല്ലാഹു തആല മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശം കൊടുത്തപ്പോൾ ഈസ നബിയെ വാപ്പയില്ലാതെ ജനിച്ച മോനാണല്ലോ, എങ്ങനെയാ ഇതൊക്കെ സാധ്യമാവുക പടച്ചോനെ എന്ന് മറിയം ബീവി ചോദിച്ച സമയം അല്ലാഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇത് നമ്മുടെയൊക്കെ പ്രതിസന്ധികളിൽ അല്ലാഹുവിന്റെ മറുപടിയാണ്. അതൊക്കെ പരിഹരിക്കല് മറിയമേ എനിക്ക് വളരെ ഈസിയാണ്. വാപ്പയും ഉമ്മയും ഇല്ലാതെ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച റബ്ബിനെ വാപ്പയില്ലാതെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കലേ അത്ഭുതമല്ല. ഈ വാപ്പയും ഉമ്മയും കൂടിയാലുള്ളത് ഒരു തുള്ളി വെള്ളമാണ്, ഒരു റുഖഫയാണ്. അതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്ന അല്ലാഹുവിനെ വാപ്പയില്ലാതെയും മനുഷ്യനെ സൃഷ്ടിക്കാം. വാപ്പയും ഉമ്മയും ഇല്ലാതെ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചവനും അല്ലാഹു തന്നെയാണ്. അല്ലാഹുവിന്റെ ഖുദ്റത്താണ്. ആ റബ്ബിനെ തവക്കുലാക്കാൻ നമുക്ക് കഴിയണം. ആ റബ്ബിനെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇതിന് പലപ്പോഴും നമ്മുടെ ഈമാൻ അങ്ങ് പാകപ്പെടില്ല. അല്ലാഹു റിസ്ക് തരും എന്നുള്ളതിനേക്കാൾ ഏറെ നമ്മുടെ ഖൽബിലുള്ള ചിന്ത നമ്മുടെ ബിസിനസ്സോ നമ്മുടെ കച്ചവടമോ അതല്ലെങ്കിൽ നമ്മുടെ കുഴിയോ നമുക്ക് കിട്ടാനുള്ള ഏതോ ക്യാഷോ ഇതാണ് നമ്മുടെ റിസ്കിൽ അവലംബമായി മാറുന്നത്. ചെയ്യേണ്ട പണിയൊക്കെ മുഅ്മിനീങ്ങൾ ചെയ്യണം. ബിസിനസ് ചെയ്യുന്നവർ നന്നായി ബിസിനസ് ചെയ്യണം. ജോലി ചെയ്യുന്നവർ നന്നായി ജോലി ചെയ്യണം. കച്ചവടം ചെയ്യുന്നവർ നന്നായി കച്ചവടം ചെയ്യണം. പക്ഷേ കച്ചവടമോ ബിസിനസ്സോ മറ്റുള്ള ഏർപ്പാടുകളോ നമ്മെ അല്ലാഹുവിൽ നിന്ന് അകറ്റുന്നതാകരുത്. ഒരു നേരത്തെ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതാകരുത്. ഒഴിവ് സമയങ്ങളിൽ ദിക്ർ ചൊല്ലാൻ തടസ്സമായി മാറുന്നതാകരുത്. ഇതിനിടയിലൊക്കെ അല്ലാഹു നമുക്ക് സമയം തരുന്നുണ്ട്.
പക്ഷെ പലപ്പോഴും ആ സമയത്ത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ പിന്നിലാണെന്നേ ഉള്ളൂ. അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദഹു. അല്ലാഹു തആല നമ്മോട് ചോദിച്ചല്ലോ, നിങ്ങളെ കാര്യമൊക്കെ നോക്കാൻ നിങ്ങൾക്ക് റബ്ബ് പോരെ എന്ന്. പലപ്പോഴും നമ്മുടെ കൽബ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പടച്ചവൻ പറഞ്ഞു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. എല്ലാത്തിന്റെ കൺട്രോളും അല്ലാഹുവിന്റെ കയ്യിലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏതിനെയും ഏത് രൂപഭാവത്തിലും ആക്കാൻ കഴിയുന്ന, എല്ലാത്തിനും കഴിയുന്നവനും അല്ലാഹു മാത്രമാണ്. പക്ഷെ അല്ലാഹുവിൽ വേണ്ടതുപോലെ വിശ്വാസം മുഅ്മിനീങ്ങൾക്ക് വേണം. അമ്പിയാക്കൾക്കൊന്നും ഒരു ഭയവുമില്ലാത്തത്. കടലിന്റെ മധ്യത്തില് മത്സ്യത്തിന്റെ വയറില് സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം കുടുങ്ങിയിട്ട് ഒരു പുരടിയും കൽബിലേക്ക് കയറാത്തതിന്റെ കാരണം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എനിക്കൊരു പടച്ചവനുണ്ട്, ആ പടച്ചവൻ എല്ലാം എന്തിനും കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ്. ഫിർഔനിന്റെ മുമ്പിൽ നൈൽ നദിയുടെ ചെങ്കടലിന്റെ മുന്നിൽ വെച്ച് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ചെറിയൊരു സംഘവും വലിയൊരു സൈന്യത്തെ മറുഭാഗത്ത് കാണുമ്പോ ഒരു ഭയവും ഇല്ലാതിരുന്നത് ഇന്ന മഅി റബ്ബി, എന്റെ കൂടെ എന്റെ അല്ലാഹു ഉണ്ടെന്ന ബോധ്യമാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് ഒരു ശത്രു വാളെടുത്തു ഹബീബായ നബിതങ്ങൾ ഉറങ്ങുമ്പോ എന്നോട് ചോദിച്ചു, മൻ യംനഉക മിന്നീ, നബിയെ നിങ്ങളെ വാള് എന്റെ കയ്യിലാണ്, ഞാൻ വെട്ടിയാൽ ആരാ നിങ്ങളെ രക്ഷപ്പെടുത്തുക? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹ്, എന്നെ സംരക്ഷിക്കാൻ എന്റെ അല്ലാഹു ഉണ്ട്. ശത്രുവിന്റെ കയ്യിൽ നിന്ന് 3 തവണ പറഞ്ഞപ്പോ വാൾ നിലത്ത് വീണത് ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിനെ സത്യസന്ധമായി വിശ്വസിക്കാൻ, അല്ലാഹുവിൽ തവക്കുലുള്ളവരാവാൻ, അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവരാവാൻ നമ്മളൊക്കെ പ്രയത്നിക്കണം. സമയം അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണം. ജീവിതത്തിലെ ആരോഗ്യം അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണം. ആരോഗ്യവും സൗകര്യമൊക്കെയുള്ള കാലത്ത് അല്ലാഹുവിനെ മറന്നു പോകുന്ന അവസ്ഥ മുഅ്മിനീങ്ങളെ നമ്മളിൽ ആർക്കും വരരുത്. അല്ലാഹു തആല നമ്മെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ.